ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല മാം. ഭയങ്കര ഫ്രസ്ട്രേഷനാണ്. പ്രത്യേകിച്ച് പ്രസവശേഷം എന്താണെന്നറിയില്ല, എന്ത് പറയുമ്പോഴും ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തോന്നുമ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല മാം. പലപ്പോഴും ഞാൻ എൻ്റെ കുട്ടീനെ തല്ലിപ്പോവാ, ഹസ്ബൻഡിനോട് ദേഷ്യപ്പെട്ടു പോവാ. എന്തുകൊണ്ട് സംഭവിക്കുന്നു? അവരുടെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇത്രയും സ്ട്രെസ് വരുന്നത്? ഒരു വീട് നിങ്ങൾ സങ്കല്പിക്കുക, 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ആള് രാവിലെ മുതൽ ഓട്ടത്തിലായിരിക്കും അല്ലെ. തുടർച്ചയായി 2-3 മണിക്കൂറിൽ കുട്ടികളുടെ കരച്ചിൽ, ആ കരച്ചിൽ നിന്നും ആൾക്കുണ്ടാവുന്ന ഒരു സ്ട്രെസ്, അതിന്റെ കൂടെ ഈ കുട്ടി വീഴുമോ, വീണിട്ട് പൊട്ടുമോ, മുറിയും, കുട്ടി വീഴുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആങ്സൈറ്റി, ടെൻഷൻ, അതിൽ നിന്നുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻസ്, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ എടുക്കുന്ന എഫേർട്ട്, ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാവുന്ന ആങ്സൈറ്റി, അവളിൽ ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, ഹസ്ബൻഡിന്റെ വരവ്, ഒരു ഭാഗം അദ്ദേഹത്തിന് ഫുഡ് കൊടുക്കുന്നു, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നു, വീണ്ടും കുട്ടികളിലേക്ക് തിരിച്ചു വരുന്നു, ഇങ്ങനെ അങ്ങടും ഇങ്ങടും ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. ഇതിനിടയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴേക്കും കുട്ടികൾ വല്ല ആവശ്യമായിട്ട് വരിക. അപ്പോൾ ആൾക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോലും നശിക്കുകയാണ്. ആൾക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ വയ്യ. കണ്ടിന്യൂസ് ആയിട്ട് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ കൂടി ആയാലോ ആളെങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവാതിരിക്കും? ഇതിന്റെ കൂടെ തീരെ സപ്പോർട്ടീവ് അല്ലാത്ത ഒരു ഫാമിലി അന്തരീക്ഷം കൂടെ, എല്ലാത്തിനും ക്രിറ്റിസിസം, ബ്ലെയിമിങ്, ഇതും കൂടെ ആവുമ്പോൾ ആളുടെ എല്ലാ ഇമോഷൻസും കൂടെ കമ്പൈൻഡ് ആയിട്ട് ആങ്കർ എന്നുള്ള ഒരൊറ്റ സാധനമായിട്ട് പുറത്തേക്ക് വരും. പലപ്പോഴും നമ്മളുടെ ചില മനസ്സിലാക്കലുകളാണ് അവരെ അതിൽ നിന്നും രക്ഷിക്കാനുള്ള വലിയൊരു മാർഗം.